ജനാർദ്ദനക്കുറുപ്പാണ്. വാശിയുഗം പഞ്ചതത്വം എന്നുള്ള ഗ്രന്ഥത്തിൽ 156 പേജിൽ സ്വാമി സുന്ദരാനന്ദരുടെ ജ്ഞാനസൂത്രം 14 എന്നുള്ള ഗ്രന്ഥത്തിൽ 12ാമത്തെ ശ്ലോകം. വിളയാട്ടം. 12 ശക്തികളെ പറഞ്ഞവ 6 ആധാരങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. പ്രകാശപൂരിതമായ കുണ്ടലിനി എന്ന കാളീശക്തി പുരികമധ്യത്തിൽ തുളച്ചു കയറി അവിടെ സ്ഥാനം പിടിക്കുന്നു. പുരികമധ്യം 2 കണ്ണുകളുടെയും 2 ചെവികളുടെയും മധ്യസ്ഥാനമാകുന്നു. അവിടെ കുണ്ടലിനി വിളയാടിടുന്നു. 16 ദളങ്ങളുള്ള കമലം സഹസ്രാരത്തിന് മുകളിലാണ്. ഷോഡശകലകൾ എന്ന് പറയും. ഇത് സഹസ്രാരത്തിന് മുകളിലുള്ള സ്ഥാനമാണ്. കുണ്ടലിനി പൂർണ്ണശക്തിയിൽ ഉണർന്നു കഴിയുമ്പോൾ സഹസ്രാരത്തിന് മുകളിലേക്ക് പോകുന്നു. തലയ്ക്ക് മുകളിൽ 16 ആത്മീയ ചക്രങ്ങളാണെന്നും അഭിപ്രായഭേദമുണ്ട്. കുണ്ടലിനി ഉണരുമ്പോഴുള്ള അനുഭവം കൊണ്ടത് വ്യക്തമാകും. കാളി ഹൃദയത്തിലും ആജ്ഞയിലും ഇരുന്ന് ആത്മീയ ജ്യോതിയുടെ വെള്ളി വെളിച്ചം പ്രകാശിപ്പിക്കുന്നു. അനാഹതത്തിൽ രുദ്രനും പാർവതിയും, ആജ്ഞയിൽ സദാശിവനും മനോന്മണിയും വിശ്വഭാവമായ ശക്തികളാണ്. മൂലാധാരത്തിൽ ഗണപതി ബുദ്ധി, സ്വാധിഷ്ഠാനത്തിൽ ബ്രഹ്മാവ് സരസ്വതി, മണിപുരത്തിൽ വിഷ്ണു ലക്ഷ്മി, വിശുദ്ധിയിൽ മഹേശ്വരൻ മഹേശ്വരി എന്നിങ്ങനെയാണ് ദ്വൈതഭാവം. 12 ശക്തികൾ 6 ആധാരങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. ഈ 12 നേരത്തെ പറഞ്ഞ 12 ശക്തികൾ കുണ്ടലിനി ദേവി ശക്തി, അഭിരാമി ശക്തി, കഷ്ട നിറഞ്ഞ ശക്തി, അനന്തമായ ശക്തി, അങ്ങനെ പറഞ്ഞ 12 എണ്ണം 6 ആധാരങ്ങളിലാണ് കിടക്കുന്നതെന്നാണ് പറഞ്ഞത്. അതൊക്കെ ദ്വൈത സ്വഭാവത്തോട് കൂടിയിട്ടുള്ള ഒരു ആണിൻ്റെ സ്വഭാവവും ഒരു ഓജ സ്വഭാവവും ഒരു യുഗ്മ സ്വഭാവത്തോടും കൂടിയിട്ട് അതാണ് ഇവിടെ പറഞ്ഞത്. പ്രകാശപൂരിതമായ കുണ്ടലിനി എന്ന കാളിശക്തി പുരിക മധ്യത്തിൽ തുളച്ചു കയറി അവിടെ സ്ഥാനം പിടിക്കുന്നു. പുരിക മധ്യം 2 കണ്ണുകളുടെയും 2 ചെവികളുടെയും മധ്യസ്ഥാനമാണ്. അവിടെ കുണ്ടലിനി വിളയാടുന്നു. 16 ദളങ്ങളുള്ള കമലം സഹസ്രാരത്തിന്, അത് സഹസ്രാരത്തിൻ്റെ മുകളിലുള്ള 16 ദളങ്ങളുള്ള കമലത്തെയാണ് അവിടെ പറഞ്ഞത്. ഷോഡശ കലകൾ എന്ന് പറയും. ഇത് സഹസ്രാരത്തിന് മുകളിലുള്ള സ്ഥാനമാണ്. സഹസ്രാരത്തിൽ ഇപ്പോൾ 1008 കലകളും അതിന് മുകളിലുള്ള 16 കല തന്നെയാണ് പറയുന്നത്. കുണ്ടലിനി പൂർണ്ണശക്തിയിൽ ഉണർന്നു കഴിയുമ്പോൾ സഹസ്രാരത്തിന് മുകളിലേക്ക് പോകുന്നു. അത് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഒരു കൈ ഉയരത്തിന് താഴെയായിരിക്കും ഈ 16 ദളങ്ങൾ എന്നാണ്. തലയ്ക്ക് മുകളിലുള്ള 16 ആത്മീയ ചക്രങ്ങളാണെന്നും അഭിപ്രായ ഭേദമുണ്ട്. കുണ്ടലിനി ഉണരുമ്പോഴുള്ള അനുഭവം കൊണ്ടത് വ്യക്തമാകും. കാളി ഹൃദയത്തിലും ആജ്ഞയിൽ ഇരുന്ന് ആത്മീയ ജ്യോതിയുടെ വെള്ളി വെളിച്ചം പ്രകാശിപ്പിക്കുന്നു. കാളി എന്ന് വെച്ചാൽ കുണ്ടലിനി തന്നെ. അനാഹതത്തിൽ രുദ്രനും പാർവതി, അത് നെഞ്ചിൽ, അനാഹത ചക്രം നെഞ്ചിലാണ്. അവിടെ രുദ്രനും പാർവതിയും. ആജ്ഞയിൽ സദാശിവനും മനോന്മണിയും എന്ന് വെച്ചാൽ നെറ്റിയിൽ സദാശിവനും മനോന്മണിയും ദുസ്വഭാഷ. മൂലാധാരത്തിൽ ഗണപതിയും ഭാര്യ ബുദ്ധിയും, സ്വാധിഷ്ഠാനത്തിൽ ബ്രഹ്മാവും സരസ്വതി, മണിപുരത്തിൽ എന്നുവെച്ചാൽ പൊക്കിളിൽ വിഷ്ണു ലക്ഷ്മി, വിശുദ്ധിയിൽ മഹേശ്വരൻ മഹേശ്വരി, കഴുത്തിൽ എന്നിങ്ങനെയാണ് ദ്വൈത സ്വഭാവം. വിളയാട്ടം. 12 വീട്ടിലെ താൻ ഇരുந்த ചത്തി പാർവതിയാമെന്തു രയിച്ചി അവൾ താനപ്പ, കണ്ണി 2 കാതി 2 മെയ്യുമാകി കലന്തിരുന്ന് വിളയാടും കാച്ചി തന്നെ, എണ്ണി 2ആം കോട്ടില അവളിരുന്ന് വിളയാടി ഇരുതയമാങ്ക മലാഞ്ഞിരുന്നാൾ പാരു, ചൊന്ന 2 വീട്ടിനിലേ ഇരുന്നാൾ പാര്, ജ്യോതിശേഖ ജ്യോതിയട ആത്താൾ താനേ. അങ്ങനെയാണ് 12 ശക്തികളെ 6 ചക്രങ്ങളിലെ ദൈവിക ഭാവങ്ങളായിട്ട് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. അതുകൂടാതെ പറഞ്ഞത് സഹസ്രാരത്തിന് മുകളിലുള്ള 16 ചക്രങ്ങളുള്ള ഒരു ആത്മീയ ചക്രത്തെ കൂടി പറഞ്ഞു. അത് കുണ്ടലിനി ഉണർന്ന് സഹസ്രാരത്തിൽ വന്ന് ശക്തിയായി അവിടുന്ന് പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥേനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അത് വെളിച്ചത്തിൻ്റെ സ്വഭാവം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ. ഓം നമഃ ശിവായ.